111 വയസ്സിന്റെ നിറവിൽ എസ്തപാനോസ്. കഠിനാധ്വാനം നിറഞ്ഞ ജീവിതശൈലിയാണ് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും കാരണമെന്ന് എസ്തപാനോസിന്റെ വിശ്വാസം. കോതമംഗലം ചേലാട് സ്വദേശിയാണെങ്കിലും ഇപ്പോൾ താമസം വാളകത്തുള്ള മകന്റെ വീട്ടിലാണ്. 4 തലമുറകൾക്കൊപ്പം ജീവിച്ച എസ്തപാനോസ് ഇക്കഴിഞ്ഞ ജൂലൈ 4-ന് 111ാമത്തെ വയസ്സിലേക്ക് കടന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടത് പഴങ്കഥയായ എസ്തപാനോസിന്റെ ആയുസ്സിൽ നാളിതുവരെ ജീവിതശൈലി രോഗങ്ങൾ ഒന്നും ബാധിച്ചിട്ടില്ല. കൊല്ലവർഷം 1091 മിഥുനം 20-ന് ജനിച്ചെന്ന് കൃത്യമായി പറയുന്ന എസ്തപാനോസിന്റെ ജീവിതാരംഭം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണെങ്കിൽ 1917 ജൂലൈ 4-നാണ്. കോതമംഗലത്തിനടുത്ത് ചേലാട്ട് ജനിച്ച അതിരമ്പുഴ എസ്തപാനോസ് ഇപ്പോൾ ഇളയ മകൻ തങ്കച്ചന്റെ വാളകത്തെ മേക്കടമ്പിലുള്ള വീട്ടിലാണ് താമസം. 2 വിവാഹം കഴിച്ചെങ്കിലും ഭാര്യമാർ നേരത്തെ തന്നെ മരിച്ചു. 10 മക്കളുണ്ടായിരുന്നു, 2 പേരും മരണമടഞ്ഞു. 4 തലമുറകളിലായി 46 പേരാണ് കുടുംബാംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ 8 പേർ ഇപ്പോഴില്ല. മൂത്ത മകൻ എബ്രഹാമിന് വയസ്സ് 82ആയി. ഇളയ മകൻ തങ്കച്ചന്റെ പ്രായം 58. 4ാം തലമുറയിലെ മുതിർന്നയാൾക്ക് തന്നെ പ്രായം 25ആയി. എസ്തപാനോസിന് വിദ്യാഭ്യാസം പഴയ 4ാം ക്ലാസ്സാണ്. ആയുരാരോഗ്യത്തിന്റെ രഹസ്യം കഠിനാധ്വാനമാണെന്നാണ് എസ്തപാനോസിന്റെ മക്കൾ പറയുന്നത്. അപ്പം കണ്ടം കൃഷിയായിരുന്നു മെയിനായിട്ട്. നെൽകൃഷി, അത് കഴിഞ്ഞ് നായാട്ടിന് പോകുമായിരുന്നു ആ കാലഘട്ടം. പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. പാറ പൊട്ടിക്കാൻ തമരടിച്ച് പാറ പൊട്ടിക്കുകയാണ്. പിന്നെ കൃഷിപ്പണിയാണ് മെയിനായിട്ടുള്ളത്. പാറ പൊട്ടിക്കുന്ന സൈഡായിട്ട് ചെയ്യും. പിന്നെ അധ്വാനമാകത്ത് ഫുൾ ടൈം അതാണ്. അപ്പം ഞാൻ നേരമ്പോക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകം നേരമ്പോക്ക് പണിയാൻ പറഞ്ഞു. സ്വന്തം ആവശ്യം പൊട്ടിക്കാൻ വിൽക്കുകയും ചെയ്യും. കല്ല് കൊടുക്കാറുമുണ്ട്. അത് പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്യും. പുലർച്ചെ 4-ന് ഉണർന്നാൽ കാളപൂട്ട്, റബ്ബർ വെട്ട് എന്നിങ്ങനെ സന്ധ്യ വരെ കഠിനാധ്വാനമാണ്. ഉണക്കക്കപ്പയും കട്ടൻ ചായയുമായിരുന്നു പ്രധാന ഭക്ഷണം. ഇപ്പോഴത് 2 ഏത്തപ്പഴം പുഴുങ്ങിയതിലേക്കും 1 കപ്പ് ചായയിലേക്കും വഴിമാറിയിട്ടുണ്ട്. ഇടയ്ക്ക് വീണ് പരിക്ക് പറ്റിയത് അനായാസമുള്ള നടത്തത്തെ ബാധിച്ചിട്ടുണ്ട്. രാജ്യം സ്വതന്ത്രമായതു മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ കൃത്യമായി വോട്ട് ചെയ്ത് പൗരധർമ്മവും പാലിച്ചിട്ടുണ്ട്. 111ാം ജന്മദിനം വിദേശത്തുള്ള പുതുതലമുറക്കാർ വരെ വന്ന് ഞായറാഴ്ച വലിയ ആഘോഷമാക്കി കൊണ്ടാടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.